ഡൽഹി തെരഞ്ഞെടുപ്പിൻ്റെ എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നു. ബി.ജെ.പിക്കാണ് എക്സിറ്റ് പോളുകൾ സാധ്യത പറയുന്നത്. കോൺഗ്രസ് ചിത്രത്തിലേ ഇല്ല. വിരലിലെണ്ണാവുന്ന സീറ്റുകൾ എ.എ.പിക്ക് ലഭിക്കുമെന്നാണ് പ്രവചനം. തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയേറ്റാൽ അത് എ.എ.പി എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഭാവിയെ അനിശ്ചിതത്വത്തിലാക്കും. എല്ലാത്തിനുമുപരി കേജ്രിവാളിൻ്റെ തകർച്ചയുടെ തുടക്കവും ഇതായിരിക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. അഴിമതി ആരോപണത്തിൽ അഴിക്കുള്ളിലായ കേജ്രിവാൾ ഇത്തവണ തോറ്റാൽ പിന്നെ നിയമക്കുരുക്കിലേക്കാവും പോവുക എന്നതാണ് പ്രധാനമായും അവർ ചൂണ്ടിക്കാണിക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ എം.പി സ്ഥാനം വരെ തെറിപ്പിച്ച ബി.ജെ.പിയാണ് അഴിമതിക്ക് പുറമെ കേജ്രിവാളിനെ പൂട്ടാൻ ഉപയോഗിക്കുക യമുന നദിയുമായി ബന്ധപ്പെട്ട വിവാദമായിരിക്കുമെന്നും നിരീക്ഷകർ വ്യക്തമാക്കുന്നു. ഹിന്ദുക്കൾ പുണ്യനദിയായി കരുതുന്ന യമുനയെ വിഷലിപ്തമാക്കിയത് ഹരിയാനയിലെ ബി.ജെ.പി സർക്കാരാണെന്നാണ് കേജ്രിവാളും സംഘവും പറഞ്ഞിരിക്കുന്നത്. യമുന നദിയിൽ ഹരിയാന വ്യവസായ മാലിന്യം തള്ളുന്നെന്നും അമോണിയ കലർത്തുന്നതെന്നും പറഞ്ഞതാകട്ടെ മുഖ്യമന്ത്രി അതിശയുമാണ്. ജനങ്ങൾക്ക് വിതരണം ചെയ്യാനുള്ള വെള്ളത്തിൽ വിഷം കലർത്തി ഡൽഹിക്കാരെ കൊല്ലാനുള്ള നീക്കമാണ് ഹരിയാനയിലെ ബി.ജെ.പി നടത്തുന്നതെന്ന് കേജ്രിവാൾ കൂടി ആരോപിച്ചതോടെ വിഷയം വൻ ചർച്ചയായി. നദി വൃത്തിയാക്കുമെന്ന് പറഞ്ഞ് 2020 അധികാരത്തിലേറിയ ആം ആദ്മി പാർട്ടി സർക്കാർ ഒന്നും ചെയ്തിട്ടില്ലെന്ന് ബി.ജെ.പിയും കോൺഗ്രസും തെരഞ്ഞെടുപ്പിൻ്റെ തുടക്കം മുതൽ ആരോപിക്കുന്നുണ്ട്. അധികാരമേറ്റ ശേഷമുണ്ടായ കോവിഡ് മഹാമാരിയും പിന്നീട് താനടക്കം നേതാക്കളെ ബി.ജെ.പി കള്ളക്കേസിൽ കുടുക്കി ജയിലിലടച്ചതിനാലുമാണ് ഇത് സാധിക്കാതിരുന്നതെന്നാണ് മുൻ മുഖ്യമന്ത്രി കൂടിയായ എ.എ.പി നേതാവ് അരവിന്ദ് കെജ്രിവാൾ വിഷയത്തിൽ മറുപടി നൽകിയിരിക്കുന്നത്. നദി വൃത്തികേടായി കിടക്കുന്നതിന് തങ്ങളെ പഴിചാരി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണെന്ന് ഹരിയാന മുഖ്യമന്ത്രി നായബ് സിംഗ് സെയ്നി പറഞ്ഞു. വെള്ളം പരിശോധിക്കാൻ ചീഫ് സെക്രട്ടറിമാരെ അയക്കാമെന്നും സെയ്നി കൂട്ടിച്ചേർത്തു. പിന്നാലെ വിഷയത്തിൽ ഇടപെട്ട തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വസ്തുതാന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാൻ ഹരിയാന സർക്കാരിനോട് ആവശ്യപ്പെടുകയും ചെയ്തു. ആരോപണത്തിൽ ഉറച്ചു നിന്ന എ.എ.പി വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുകയും ചെയ്തു. ഡൽഹിയിലെ ജലശുദ്ധീകരണികൾക്ക് താങ്ങാനാവുന്നതിലും ഉയർന്ന തോതിൽ വിഷാംശമുള്ള വെള്ളമാണ് ഹരിയാനയിൽ നിന്ന് നദിയിലേക്ക് ഒഴുക്കുന്നതെന്ന് അതിഷി കമ്മീഷന് മുന്നിൽ ചൂണ്ടിക്കാട്ടി. ഇതിനു പിന്നാലെ ബി.ജെ.പിയും കമ്മീഷനെ സമീപിച്ച് പരാതി നൽകി. പ്രശ്നം ഗുരുതരമാണെന്നും ആരോപണത്തിൽ തെളിവ് ഹാജരാക്കണമെന്നും കേജ്രിവാളിനോട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടു. അതേസമയം തലസ്ഥാനത്ത് ജലവിതരണത്തിൻ്റെ ഉത്തരവാദിത്തമുള്ള ഡൽഹി ജൽ ബോർഡ് CEO ശിൽപ ഷിൻഡെ എ.എ.പി ആരോപണം തെറ്റിദ്ധരിപ്പിക്കുന്നതും വസ്തുതാവിരുദ്ധവുമാണെന്ന് ചൂണ്ടിക്കാട്ടി സംസ്ഥാന ചീഫ് സെക്രട്ടറിക്ക് കത്തയച്ചു. പിന്നാലെ വിമർശനങ്ങൾക്ക് മറുപടിയായി ഹരിയാന മുഖ്യമന്ത്രി നദിയിലെ ജലം കുടിച്ചു. ഡൽഹിയിലെ പല്ല ഗ്രാമത്തിൽ നിന്നാണ് സെയ്നി ജലം കുടിച്ചത്. ബി.ജെ.പി നടത്തിയ ഈ പ്രതിരോധങ്ങളെല്ലാം തെരഞ്ഞെടുപ്പ് ജയം വെച്ച് മാത്രമുള്ളതല്ലെന്ന് വ്യക്തമാണ്. തെരഞ്ഞെടുപ്പ് കാലം കഴിഞ്ഞും അത് കേജ്രിവാളിൻ്റെ തലയ്ക്ക് മീതെ വാളായി മാറാനാണ് സാധ്യത.